ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ വൈകുന്നേരം നേരത്തുള്ള വീഡിയോ ആണ് ഇത്. ഇപ്പം മഴയൊക്കെ നല്ല തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയല്ലോ. അപ്പോൾ വരുന്നതേ പിള്ളേരെ വിശന്നിട്ടൊക്കെ ആയിരിക്കുമല്ലോ. പിള്ളേരെക്കാളും വിശപ്പായിരിക്കും വീട്ടിലിരിക്കുന്നവർക്ക്. അപ്പോൾ കുറേ ദിവസമായിട്ടോ ഞാനിപ്പോൾ ഇലയുടെ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പം റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ഗോതമ്പൊടി എന്തെങ്കിലും കുറച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ വെറുതെ കളയണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഇക്കാനെടുത്ത് പറഞ്ഞ് വേഗം വാഴയിലെല്ലാം വെട്ടിച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ എളി കയറിയിരിക്കാൻ വേണ്ടി തക്കം പാത്തിരിക്കാൻ അവൾ കേട്ടോ. അപ്പോൾ കറക്റ്റ് സമയത്ത് അവൾ എളി കയറിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ കയ്യിലിരുത്തിട്ട് ഇറക്കി വിടാൻ പറ്റുള്ളൂ, അല്ലേ പിന്നെ സമ്മതിക്കത്തില്ല കേട്ടോ. അപ്പോൾ അത് അവളെ എളിയിൽ വെച്ചുകൊണ്ട് വാഴയിലൊക്കെ ഞാൻ വാട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പുറത്ത്. ഗോതമ്പൊടി കൊണ്ട് ഉണ്ണിയപ്പം ചുടാൻ പറ്റുമെന്ന് ഉമ്മച്ചിനെ ചോദിച്ചപ്പോൾ ഉമ്മച്ചി ചെറിയൊരു ട്രിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. സംഭവം അടിപൊളിയായിട്ടുണ്ടായിട്ട്. പക്ഷേ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഫ്ലോപ്പ് ആവുമെന്ന് പേടിച്ച് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ മാവ് കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു, ശർക്കരപ്പാലൊക്കെ ഒഴിച്ച്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ചുകൂടെ ഗോതമ്പൊടിയും ഇച്ചിരി മൈദയും കൂടെ ചേർത്തിട്ട്, മധുരം പിന്നെ അധികം ചേർത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂടെ ചേർത്തിട്ടാണ് ഇപ്പോൾ അട ഉണ്ടാക്കാൻ പോകുന്നത്. വേറെ ഒന്നും അതിനകത്ത് ചേർക്കുന്നില്ല കേട്ടോ. തേങ്ങ ഒന്നും ചേർക്കുന്നില്ല, വേറെ പഞ്ചസാര ചേർക്കുന്നില്ല. ഇത്രയെല്ലാം മധുരം മാത്രം മിക്സ് ചെയ്തിട്ടോ. അപ്പോൾ ഏലക്ക കയ്യിലെടുത്തുണ്ട്. സത്യം പറഞ്ഞാൽ കുറച്ചുകൂടെ ശർക്കരയും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി കൂടെ തേങ്ങയും കൂടെ ചേർത്തിട്ട് ഇട്ടെങ്കിൽ ഇച്ചിരി കൂടെ മധുരമായിരുന്നു. കാരണം പിള്ളേർക്ക് കഴിച്ചപ്പോൾ വലിയ പിടുത്തൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. കാരണം മധുരം കുറവായതുകൊണ്ട് അവർ വലുതായിട്ടൊന്നും അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ തേൻ ഇരിപ്പുള്ളതുകൊണ്ട് കുറച്ച് തേനൊക്കെ അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളതുകൊണ്ട് കുറച്ചൊക്കെ കഴിച്ചിട്ടാ. എന്നാൽ നമ്മൾ തേങ്ങയും ശർക്കരയൊക്കെ ചേർത്ത് തിന്നുന്ന അത്രയും ടേസ്റ്റൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ഷുഗറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കഴിക്കാൻ പറ്റും, കാരണം അത്രയ്ക്ക് ലൈറ്റായിട്ട് മധുരമുള്ളൂ. കാരണം രണ്ടാമത് ഞാൻ ഒന്നുകൂടെ പൊടിയൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ഏറെക്കുറെ മധുരമൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല, മഴ സമയത്തൊക്കെ ഇങ്ങനെ കടിച്ച് തിന്നാൻ നല്ല രസമൊക്കെയാണ്. പിന്നെ ഒരുപാടൊന്നും ഞാൻ ഉണ്ടാക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ, കാരണം മധുരം കുറവായതുകൊണ്ട് പിള്ളേർ കഴിക്കൽ കുറവാണെന്നറിയാം. പിന്നെ എനിക്ക് കഴിക്കാനൊരു പൂതിയായതുകൊണ്ട് മാത്രം ഞാൻ ഇച്ചിരി ഉണ്ടാക്കിയെന്നുള്ളേ. അപ്പോൾ ദേ വേഗം ഓരോന്നൊക്കെ ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പാത്തു പണി ചെയ്യുന്ന ഇടയ്ക്ക് പതുക്കെ ഞാൻ നൈസായിട്ട് ഞാൻ അവിടെ ഇറക്കി വിട്ടിട്ടുണ്ട്. ഞാൻ പ്രസവം കഴിഞ്ഞ് പാത്തുവിനെ പ്രസവം കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് അവിടെ ഉമ്മച്ചി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. ഞാൻ ഇപ്പോൾ ഇത് വാഴയിലൊക്കെ ആണെങ്കിൽ ഉമ്മച്ചിയുടെ വട്ടയിലൊക്കെ ആകത്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ആങ്ങളൊക്കെ അടി ചെയ്യുന്നത് കഴിക്കാനായിട്ട് ആ സമയത്ത്. കാരണം ഞാൻ ആ സമയത്ത് അവിടെ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ആങ്ങളെ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ആ ടൈമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മിക്കപ്പോൾ അടിയായിരുന്നു ഇത് കഴിക്കാനായിട്ട്. കാരണം നല്ല മധുരം, നല്ല ടേസ്റ്റ്, നല്ല മഴയുടെ സമയം കൂടാണല്ലോ. അങ്ങനെ നെക്സ്റ്റും എല്ലാം ആലോചിച്ചു. അവിടെ ഇക്കാനെടുത്ത് വർത്താനം പറഞ്ഞിട്ടോ ഓരോന്ന് ചെയ്യുന്നു. ഇക്ക താഴെ ഇരിപ്പുണ്ട്, ഇക്കാനെ കാണിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ക്യാമറ ഞങ്ങളെടുത്തോട്ട് മാത്രം തിരിച്ച് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ അപ്പച്ചെമ്പിലോട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പോഴേക്കും അത് ചൂടായി കിട്ടിക്കോളും. പിന്നെ നമുക്ക് മാവൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ പാത്തുമാനെ പതുക്കെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ ഇക്കാനത്ത് പറഞ്ഞിട്ടുണ്ട്. പാത്തു ഗ്യാസിൻ്റെ അടുത്ത് നിന്ന് എനിക്കിട്ടൊരു പണി എന്തായാലും ഉറപ്പാക്കാൻ. അതുപോലെ അവൾ ബർണർ പോയി മാറ്റിയിട്ട് ഒരു ചെറിയൊരു പണി കിട്ടിയാണ്ടോ ഇക്കാനടുത്ത് പതുക്കെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം അലമ്പുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഒട്ടും സമ്മതിക്കത്തില്ല. അപ്പോൾ ഇക്കത് അതിനിടയ്ക്ക് രാത്രിത്തിനുള്ള ചിക്കൻ കൂട്ടി വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കവിടെ കഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാനുള്ള പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇക്ക കൂട്ടിക്കോളും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇക്ക വന്ന് മിന്നി മാറിയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കുറേ കട്ട് ചെയ്ത് ഞാൻ കളയുന്നുണ്ടായിരുന്നു കേട്ടോ. രാവിലെ പിന്നെ ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചോറ് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ അടുപ്പങ്ങനെ കത്തിക്കാൻ വേണ്ടി നിന്നില്ല. അപ്പോഴേക്കാണ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അടുപ്പൊക്കെ നോക്കാൻ ആൾ വരുന്നുണ്ടെന്ന്. അപ്പോൾ പിന്നെ ഞാൻ അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് ഫുൾ അവിടെ ഓപ്പൺ ആക്കിയിട്ടോ. അവർ നോക്കുമ്പോൾ ഫുള്ള് കാണണമല്ലോ നമ്മൾ അടുപ്പൊക്കെ പൊട്ടി പൊളിഞ്ഞത്. അതുകൊണ്ട് അവിടെ മൊത്തം കാലിയാക്കിയിട്ട് ഒക്കെ മാറ്റി വെച്ചിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. ആ രാവിലെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താട്ടോ അവർ നോക്കാൻ വരുന്നതെന്ന് പറഞ്ഞാൽ അടുക്കളയിൽ പണിയൊന്നും തീർന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വേഗം ചടപടവുന്ന നിമിഷ നേരം കൊണ്ടാണ് എല്ലാ അടുക്കള ഫുള്ള് നിരന്ന് കിടക്കുമായിരുന്നു. അത് 5 മിനിറ്റ് അത്രയേ ഉള്ളൂ. അതിനുള്ളിൽ ഞാൻ അതെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. അല്ലെങ്കിൽ വീട്ടിലോട്ട് ആരെങ്കിലും വരുന്നെന്ന് പറഞ്ഞാൽ റോബോട്ടിനേക്കാൾ സ്പീഡിലായിരിക്കും നമ്മളൊക്കെ പണി തീർക്കുന്നത്. അത്രയും നേരം വയ്യാതെ കിടന്ന് നമ്മൾ നിമിഷ നേരം കൊണ്ടായിരിക്കും സകല പണിയും തീർക്കുന്നത്. എനിക്കിനി അതിശയം വന്നിട്ടോ. അടുക്കള അത്രയ്ക്ക് അലങ്കോലമായി കിടക്കാൻ. പിള്ളേർ പോയി കഴിഞ്ഞുള്ള യുദ്ധമൊക്കെ അടുക്കളയിൽ നമുക്ക് സാധാരണ അടുക്കള നിൽക്കുന്നവർക്ക് അറിയാമല്ലോ. അത് പെട്ടെന്നായിട്ട് എല്ലാം ആക്കിയെടുത്തത്. അവർ വന്ന് നോക്കിപ്പോയി. പിന്നെ ആൾ പറഞ്ഞു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ മേസ്ത്രി വരും, ആൾ വന്ന് ഫുള്ള് ഒന്നുകൂടെ നോക്കുന്നു. അപ്പം എന്നാൽ അതും കൂടെ കഴിഞ്ഞിട്ട് തീ കത്തിക്കാൻ വെച്ച് നോക്കിയിരുന്ന ആളെ നോക്കിയിട്ടും കാണുന്നില്ലായിരുന്നേ. പിന്നെ ഞാൻ തീ കത്തിച്ചിട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ആൾ വന്നതും. പിന്നെ ആൾക്ക് അടുപ്പ് ഭാഗമൊന്നും കയറി നോക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. കയറി കഴിഞ്ഞാൽ ആളെ നടുവും കയ്യൊക്കെ ഓടിയെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ നേരത്തെ സൂചന കൊടുത്തിട്ടുണ്ടായതുകൊണ്ട് കയറി ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടുന്ന് ടോർച്ച് അടിച്ച് നോക്കി നമ്മൾ എല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ടൊക്കെ പോയിട്ടാണ്. അപ്പോൾ എന്നാൽ പണി ചെയ്യുന്നതെന്നൊന്നും തീരുമാനമായിട്ടില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മൾ ഡെസ്കൊക്കെ എടുത്ത് അപ്പുറത്തെ റൂമിലോട്ട് മാറ്റി 2 ദിവസത്തെ പണി കാണുമെന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ 3 ദിവസം പിടിച്ചേക്കാം. അപ്പോൾ കുറച്ച് ദിവസത്തിന് നിങ്ങൾ അടുക്കള ഇവിടുന്ന് ഫുള്ള് കാലിയാക്കി തരാം. അങ്ങനെ സീറ്റൊന്നും എടുത്ത് മാറ്റുന്നില്ല. എന്നാലും നമുക്ക് ഇടയ്ക്കൊന്ന് ഇറങ്ങി പെരുമാറിയ ഒരു പണിക്കാരും നമ്മളും കൂടെ നിന്ന് കഴിയുമ്പോൾ പാടായിരിക്കും. അപ്പോൾ നമ്മൾ അടുക്കള ചെറിയ രീതിയിൽ അപ്പുറത്തെ റൂമിലോട്ടൊന്ന് മാറ്റാനുള്ള പ്ലാനൊക്കെ ഉണ്ട്. അവർ പിന്നെ പണിയാൻ വരുമ്പോൾ എന്താണെന്ന് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയം നോക്കി നമുക്കിതെല്ലാം അങ്ങോട്ട് മാറ്റാം. എല്ലാം മാറ്റുന്നൊന്നുമില്ല കേട്ടോ. നമ്മളെ ഷെൽഫൊന്ന് അവർ പൊളിഞ്ഞ് ഷെൽഫൊക്കെ ഉണ്ട്, അതൊക്കെ അവർ ശരിയാക്കി തരാമെന്ന്. അടുക്കള ഏറെക്കുറെ ഫുള്ള് തീർത്ത് തരാമെന്നാണ് പറഞ്ഞത്. ഫുള്ളെന്ന് വെച്ചാൽ ഒരുമാതിരി
അവരെ കൊണ്ടാവുന്ന രീതിയിൽ ചെറിയ രീതിയിൽ തീർത്തരാമെന്ന് പറഞ്ഞു. അപ്പോൾ വെച്ച് പൊടി സാധനങ്ങളും കുറച്ചൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാനുണ്ട്. അപ്പുറത്തെ റൂമിൽ തൽക്കാലത്തിന് കൊണ്ടുവെക്കണം. ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിലോട്ട് ഓടി ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ അവർ പണിയുടെ ഇടയിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് വെക്കണം. എപ്പോഴാണെന്നൊന്നും അവർ തീരുമാനിച്ചിട്ടില്ല. അവർ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ സമയമൊക്കെ നോക്കിയിട്ട് എന്തായാലും പെട്ടെന്ന് ആവാമെന്ന് ഓർത്തിട്ടാണേ. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കേട്ടോ, പുറത്തൊരു അടുപ്പ്. ഞാൻ ഇക്കാലത്ത് പറയുന്ന കാര്യമാണ്, എനിക്ക് മണ്ണടുപ്പ് എന്തായാലും പുറത്ത് വേണം. ഞങ്ങൾ പാടിയിലായ സമയത്ത് ഞങ്ങൾ തീരെ ചെറുതാണ്. തീരെ ചെറുതെന്ന് വെച്ചാൽ ഒരു 7ാം ക്ലാസ് 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പ്രായമാണ്. പക്ഷേ അന്ന് തൊട്ട് ഞങ്ങൾ സ്വന്തമായിട്ട് ഇങ്ങനെ അവിടെ ഉമ്മച്ചി ഞങ്ങൾ വെച്ചുണ്ടാക്കി കഴിക്കാൻ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളെപ്പോഴും ഞങ്ങൾക്ക് ഒരു അടുപ്പ് ഭയങ്കര ഇഷ്ടമാണ്. പാടിൻ്റെ ഉള്ളിൽ അടുപ്പുണ്ടെങ്കിൽ പോലും ഞങ്ങളത് ഉപയോഗിക്കാറില്ല കേട്ടോ. ഞങ്ങൾ പുറത്ത് മണ്ണടുപ്പാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപ്പച്ചിനെ കൊണ്ട് ഞങ്ങൾ മണ്ണടുപ്പ് ഉണ്ടാക്കി അത് ഫുള്ള് ഷെഡ് പോലെ ആക്കിയിട്ടാണ് ഞങ്ങളവിടെ ഉപയോഗിച്ചത്. ഭയങ്കര ഇഷ്ടമായിട്ടോ അത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആ ഒരു സംഭവം മാത്രം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവിടെ ഇക്കാലത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എന്തായാലും എത്ര അടുപ്പ് നല്ലത് പണിതാലും എനിക്ക് മുറ്റത്ത് എന്തായാലും ഒരു അടുപ്പ് വേണമെന്ന്. അപ്പോൾ അതൊക്കെ ചെയ്ത് ശരിയാക്കി തരാറുണ്ട്. പിന്നെ നമ്മളോട് അടുക്കളയുടെ മണ്ണ് ഇടിയുന്നതുകൊണ്ടാട്ടോ നമ്മൾ അങ്ങോട്ടൊരു അടുപ്പിൻ്റെ കാര്യം ചിന്തിക്കാത്തത്. കാരണം പെട്ടെന്ന് എപ്പോഴാണ് മണ്ണ് ഇടിഞ്ഞ് വരികയെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മണ്ണിൻ്റെ കാര്യമൊക്കെ തീരുമാനമാക്കി ഒരു മൂലയിൽ ഷീറ്റൊക്കെ അടിച്ചിട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഫുള്ള് കവർ ചെയ്യാതെ ഓപ്പണായിട്ട്, ഫ്രണ്ട് ഓപ്പണായിട്ട് മുകളിൽ മൊത്തം ഷീറ്റ് അടിച്ചിട്ട് അങ്ങനെ ചെയ്ത് തരാമെന്നൊക്കെ പ്ലാൻ ഉണ്ട് കേട്ടോ. അപ്പോൾ എപ്പോൾ നടക്കും എങ്ങനെ നടക്കുമെന്ന് അറിയത്തില്ല. ഇൻഷാല്ലാ എന്തായാലും വേഗം പണിയൊക്കെ തീരട്ടെ എന്നപ്പോൾ വലിയ ആഗ്രഹം. പിന്നെ ഇത് പണിയുന്നതിൻ്റെയും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറ്റുമെങ്കിൽ പരമാവധി ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാവേ. പറ്റുമെന്ന് അറിയത്തില്ല, ഈ പണിയുടെ തിരക്കിൽ നമുക്ക് എല്ലാം കൂടെ കാണിക്കാൻ പറ്റുന്നില്ല. എന്നാൽ പരമാവധി ഞാൻ ശ്രമിക്കാം കേട്ടോ. നമ്മൾ ഇവർ ഈ പൊളിക്കുന്നതും കാര്യമൊക്കെ നിങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ ഇവർ ചെയ്ത് തരുന്നില്ല, നമ്മളെ കയ്യിൽ നിന്ന് നമ്മളെടുത്തിട്ടൊന്നും ചെയ്യാനൊന്നും നിൽക്കുന്നില്ല കേട്ടോ. കാരണം ആൾ വന്ന് മേസ്തിരി വന്ന് നോക്കിയപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കിത് ഇത്ര വർഷം ഗ്യാരണ്ടി ഒന്നും തരാൻ പറ്റത്തില്ല. കാരണം അത്രയും പഴക്കമുള്ള വീടാണ്. അപ്പോൾ അവിടെ നിന്ന് ഇവിടുന്നും കുറ്റപ്പണികളൊക്കെ ചെയ്യാമെന്നില്ലാതെ വേറെ വലുതായിട്ടൊന്നും ഇതിനകത്ത് മുടക്കി ചെയ്ത് നമുക്ക് നഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല. തൽക്കാലം നമുക്ക് ഈ അടുക്കളയാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അത് മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇൻഷാല്ലാ ഞങ്ങൾ എന്തായാലും ഇക്കപ്പോഴും പറഞ്ഞ് 2-3 വർഷത്തിനുള്ളിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു വീടൊക്കെ മേടിച്ച് മാറാമെന്നുള്ള പ്ലാനൊക്കെ ഉണ്ട് കേട്ടോ. നടക്കായിരിക്കും എന്തായാലും. അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ പണിത് ഇവിടെ അങ്ങനെ നിൽക്കാൻ പോകുന്നില്ല. നിൽക്കുന്നിടത്തോളം നിൽക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഇവിടെ ഇട്ടിട്ട് പോകുക അങ്ങനെ ഒന്നുമില്ല. നമുക്ക് ഇവിടെ നിൽക്കാൻ എത്രത്തോളം പറ്റും, നമുക്കൊരു പുതിയ പേരൊക്കാവുന്നവരെ അത്രത്തോളം നിൽക്കുക, അങ്ങനെയുള്ള പ്ലാനൊക്കെ ആണ് കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ മാക്സിമം വീഡിയോ ഒക്കെ എടുക്കാൻ ശ്രമിക്കാവേ. അപ്പോൾ നമ്മൾ അടയുണ്ടാക്കലും എൻ്റെ ഇടയ്ക്കുള്ള കഴിയൊക്കെ ഏറെക്കുറെ തീർന്നു. മുഴുവനായിട്ട് കഴിച്ചിട്ടില്ല. മധുരമൊക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടി എടുത്ത് നോക്കിയാട്ടോ. അപ്പോഴേക്കും പിള്ളേർ വരാൻ സമയമായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കൊന്ന് തോരും. പിന്നെ ഇത് തന്നെ കേട്ടോ പണി. അപ്പോൾ വേഗം പാത്രമെല്ലാം കഴുകി പിള്ളേർ വരുന്നുണ്ടോ എന്ന് കയറി പോകാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അവർ സ്കൂൾ കഴിഞ്ഞ് നേരെ സ്റ്റാൻഡിൽ പോയി ഓട്ടോ വിളിച്ചിട്ടാട്ടോ ഇങ്ങോട്ട് വരുന്നത്. പിന്നെ ഫിറോസ് വരുമ്പോൾ എന്തായാലും 4:30 കഴിയും. അവൻ ബസ്സിലാട്ടോ വരാറ്. അപ്പോൾ അവർ വരുന്ന ചിലപ്പോൾ പൈസ കൊടുത്തുവിടും, അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ പൈസ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വരാൻ സമയമായതുകൊണ്ട് ഇന്ന് പൈസ കൊടുത്തിട്ടില്ല. തിരക്ക് പിടിച്ചിട്ട് ഓടിയുണ്ട്. പൈസ ഒന്നും കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ മുകളിൽ കയറി ഇങ്ങനെ കുറേ നേരം നോക്കിയിട്ടും കാണാത്തതുകൊണ്ട് പിന്നെ ഞാൻ തിരിച്ചിറങ്ങി വന്നേ. കാരണം പാത്തു അലമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കണം. പിന്നെ മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേർ വന്നിട്ട് കയറി പോയച്ചിട്ട് ഇക്കറിങ്ങ് ഇറങ്ങി വന്നേരം ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നേരം നോക്കിയത് ഞാൻ തിരിച്ചിങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം അടുപ്പത്ത് നമ്മളെ സാധനം ഇരിക്കുന്നതുകൊണ്ട് അതെങ്ങാനും അടുക്കി പിടിച്ച് കഴിഞ്ഞാൽ അതും പാടാണല്ലോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഞാനിങ്ങോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കുറച്ച് നേരം നോക്കിയത് ഞാൻ തിരിച്ച് താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിള്ളേർ വരുമ്പോഴേക്കും ഏതെല്ലാം മുറിച്ചെല്ലാം വേഗം വെക്കാൻ നോർത്തു. ഒന്നിച്ച് വലുതാക്കി വെച്ച് കഴിഞ്ഞാൽ അവന്മാർ ചിലപ്പോൾ കടിച്ചെങ്ങോടും. പിന്നെ ആദ്യം പറഞ്ഞല്ലോ മധുരം കുറവായതുകൊണ്ട് ചിലപ്പോൾ പുള്ളിൽ പിടുത്തുണ്ടാവില്ല. അപ്പോൾ ഈ വന്നു കഴിഞ്ഞാൽ കൈ കഴുകാൻ തൊട്ടേ ഞാൻ ഓടിച്ച് വിട്ടതാണ് കേട്ടോ. അപ്പോൾ കൈയെല്ലാം കഴുകി പിള്ളേർ ഓരോരുത്തരൊക്കെ കഴിക്കാണ്ടിരിക്കുന്നു. ഉപ്പാക്കും കഴിക്കാൻ കൊടുത്തു. ഉപ്പ തിന്നിട്ട് ഉപ്പാക്കും മധുരം ഒരുപാടില്ലാത്തതുകൊണ്ട് ഇഷ്ടമാണ് കഴിക്കാൻ കേട്ടോ. ഉപ്പ അതെല്ലാം 5-6 കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാനും കൂടെ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ആൾ വന്ന് മൊത്തം നോക്കി വന്ന് പോയിരുന്നു കേട്ടോ. ആദ്യം വന്ന ആൾക്കാരും വീഡിയോ എടുത്തിട്ട് പോയി. ഇപ്പോൾ രണ്ടാമത് വന്ന മേസ്തിരിയും ആളും വീഡിയോ എടുത്തിട്ടാണ് പോയിട്ട്. അപ്പോൾ ഫുള്ള് എല്ലായിടത്തും മുക്കും മൂലെല്ലാം നോക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മൾ വീഡിയോ വേഗം ഫോണൊക്കെ അവിടെ ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് ഉപ്പാക്ക് കഴിക്കാൻ കൊടുക്കുകയാണേ. പിന്നെ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ വൈകുന്നേരത്തെ ചിക്കനുള്ള സ്പെഷ്യൽ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല കേട്ടോ. കാരണം നമ്മളെ വീഡിയോക്കകത്ത് ചിക്കൻ കണ്ട് എല്ലാവരും മടുത്തിരിക്കുകയെന്നറിയാം. അതാണ് ചിക്കൻ്റെ കാര്യങ്ങളൊന്ന് കൂടുതലായിട്ട് ഞാൻ കാണിക്കാഞ്ഞത്. അപ്പം നമ്മൾ ഉച്ചക്കത്തെ സാമ്പാറൊക്കെ ഉണ്ട് കറിയോ, അതാണ് ചിക്കൻ പൊരിക്കാനാക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ചിക്കൻ കൂട്ടുന്നതിൻ്റെ കാര്യം പറയുകയും ചെയ്തു. പിന്നെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചിക്കൻ്റെ കാര്യം ഞാൻ ഇതിനകത്തൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഇത് എല്ലാവർക്കും കഴിക്കാൻ കൊടുത്ത് ഞാനും കൂടെ കഴിക്കാൻ വേഗം ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പാത്തുമ്മ ഒരു കഴിയെല്ലാം കഴിഞ്ഞു. പാത്തുവിനപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ തേൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അവളത് കുറച്ച് കഴിച്ചു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിച്ച് ഞാനും ഇതേ അടുക്കളയിൽ നിന്ന് കഴിച്ച് അവിടെ ഇക്കാരടുത്ത് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾ വന്ന് പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ. ഇനി ബാക്കി അടുക്കളയുടെ വിശേഷമായിട്ടുള്ള വീഡിയോ ഞാൻ ഇടാവേ. അപ്പോൾ എല്ലാവരും മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ബൈ.